കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമം പരാമർശിച്ചില്ലെന്ന വിമർശനത്തിന് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം 22-ാം പേജിൽ CAA കാര്യം പരാമർശിക്കുന്നുണ്ട്. BJP കൊണ്ടുവന്ന എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ CAA റദ്ദാക്കുമെന്നും മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി ചിദംബരം വ്യക്തമാക്കി. Now, please understand that there is a section in the manifesto called Reversing the Damage at page 22. I have a list with me of a large number of laws in which we have mentioned that 5 laws will be absolutely repealed. And one of the 5 laws is a Citizenship Amendment Act. And you take it from me, I'm the chairman of the manifesto committee. Even if I say so, I wrote every word of it. I know what we intend to do. The CAA will be repealed, not amended, will be repealed. We have made it clear, CAA will be repealed in the first session of Parliament in which the India bloc forms the government. The first session of Parliament, CAA will be repealed. സുനിഷ എലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, ഇന്നലെ പ്രിയങ്ക ഗാന്ധി, ഇന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം റദ്ദു ചെയ്യും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ LDF ഉയർത്തിയിട്ടുള്ള വിഷയത്തിനുള്ള മറുപടി എന്നുള്ള നിലയിലാണോ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കാണേണ്ടത്? തീർച്ചയായിട്ടും നികേഷ്, കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ തന്നെ ഈ വിമർശനത്തിനാണ് ഇപ്പോൾ പി ചിദംബരം മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോപണം പൂർണ്ണമായും തെറ്റാണ് എന്നത് തന്നെയാണ് പി ചിദംബരം പറയുന്നത്. മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാൻ താനാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായി അത് പരാമർശിച്ചിട്ടുണ്ടോ എന്ന കാര്യം തനിക്ക് പറയാൻ കഴിയും. പ്രധാനമായും ഈ മാനിഫെസ്റ്റോയുടെ 22-ാം പേജിൽ CAA കാര്യം പരാമർശിക്കുന്നുണ്ട് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ BJP കൊണ്ടുവന്ന എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കുമെന്ന് കൃത്യമായി തന്നെ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പി ചിദംബരം പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആദ്യം തന്നെ ആദ്യ പാർലമെന്റ് സെഷനിൽ തന്നെ CAA റദ്ദാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പി ചിദംബരവും ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയം പറഞ്ഞിരുന്നു. നേരത്തെയും ഈ CAA-ക്കെതിരെ കൃത്യമായ വിമർശനം തുടക്കം മുതൽ തന്നെ അത് എതിർത്തത് കോൺഗ്രസ് ആണ് എന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം അടക്കം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അത് തന്നെയാണ് ഇന്ന് പി ചിദംബരവും പറയുകയുണ്ടായത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ CAA-ക്കെതിരെ കൃത്യമായി ഈ പൗരത്വ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് കൃത്യമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആദ്യ പാർലമെന്റ് സെഷനിൽ തന്നെ CAA റദ്ദാക്കുമെന്നൊരു കാര്യം തന്നെയാണ് ഏതായാലും പറയുന്നത്. സുനിഷ എലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.